ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണ്? ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, HDFC ബാങ്ക്. HDFC ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ക്യാപിറ്റൽ ടു സെറ്റപ്പ് എ ലോക്കൽ ഏരിയ ബാങ്ക് ഈസ് റുപ്പീസ് ഡാഷ്. ഇന്ത്യയിൽ ഒരു ലോക്കൽ ഏരിയ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം ക്യാപിറ്റൽ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5 crore, 5 കോടി രൂപയാണ് ഒരു ലോക്കൽ ഏരിയ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ട മിനിമം ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ബാങ്ക് വിച്ച് സ്റ്റാർട്ടഡ് ചെക്ക് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സിസ്റ്റം ആരംഭിച്ച ബാങ്ക് ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാങ്ക് ഓഫ് ബംഗാൾ. ബാങ്ക് ഓഫ് ബംഗാൾ ആണ് ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സിസ്റ്റം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE സെറ്റപ്പ് ഇൻ ദ ഇയർ ഡാഷ്. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അഥവാ NCCE സെറ്റപ്പ് ചെയ്ത വർഷം ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1958. 1958 നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സ്ഥാപിതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മജോറിറ്റി റിക്വയർഡ് ഫോർ പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാർട്ണർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്ര മജോറിറ്റി അതിന് റിക്വയർ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിമ്പിൾ മജോറിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാർട്ണർഷിപ്പ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സിമ്പിൾ മജോറിറ്റി മതി എന്നുള്ളതാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum dividend payable to members as per 1912 Act was rupees dash. 1912 Act പ്രകാരം മെമ്പേഴ്സിന് കൊടുക്കാവുന്ന മാക്സിമം ഡിവിഡൻഡ് എത്രയായിരുന്നു? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1000 രൂപയാണ് മാക്സിമം ഡിവിഡൻഡ് പേബിൾ ടു മെമ്പേഴ്സ് ആസ് പെർ 1912 Act. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സുപ്രീം ബോഡി ഓഫ് NCDC ഈസ് ജനറൽ കൗൺസിൽ ഓഫ് ഡാഷ് മെമ്പേഴ്സ്. NCDCയുടെ സുപ്രീം ബോഡി ജനറൽ കൗൺസിലാണ്. അതിൽ എത്ര മെമ്പേഴ്സാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 51 മെമ്പേഴ്സാണ് NCDCയുടെ ജനറൽ കൗൺസിലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ടേം എത്ര കാലയളവാണ്? ടേം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5 years, 5 വർഷമാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാലാവധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി നോമിനേഷൻ രജിസ്റ്റർ കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോമിനേഷൻ രജിസ്റ്റർ എത്ര നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെർമനൻറ്റ്. നോമിനേഷൻ രജിസ്റ്റർ ഈസ് എ പെർമനൻറ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റർ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. കോഓപ്പറേറ്റർ എന്നുള്ള ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സെക്ടറുള്ള ജേണൽ